രോഹിണി, കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് പി.കെ. ശശിയുടേത്. പി.കെ. ശശി വലത്തേക്ക് കോൺഗ്രസ് ചായ്വ്, വലത്തേക്ക് യു.ഡി.എഫിലേക്ക് പോകുന്നു. മുതലേ പി.കെ. ശശിക്ക് ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. ആ അതൃപ്തിക്ക് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലേക്ക് പോകുന്നു, യു.ഡി.എഫിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പം അതിന് ശക്തി പകരുന്നൊരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് വ്യക്തിപരമായ കാരണത്താലാണെന്നാണ് CPM മുൻ MLA പി.കെ. ശശി പറയുന്നത്. ഏറെ നാളായി പാർട്ടിയുമായി ഭിന്നതയിലായിരുന്ന ശശി യു.ഡി.എഫിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് രാജി. ആ പ്രതികരണത്തിലേക്ക് പോകാം. ആദ്യം കാരണങ്ങളാൽ ഞാൻ ഇന്നലെ ഉച്ചയോടുകൂടി കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്തു നിന്നുള്ള രാജി ഔദ്യോഗികമായി സമർപ്പിച്ചു. ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും ടൂറിസം സെക്രട്ടറിക്കും ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. അത് KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാത്രമുള്ള രാജിയാണ്. ആരെയും സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയല്ലല്ലോ രാജിവെക്കുന്നത്. അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറുള്ളൊരു പാർട്ടി അല്ലല്ലോ. എന്നാൽ പി.കെ. ശശി വ്യക്തിപരമായി രാജിവെക്കാൻ പാടില്ലെന്നും പാർട്ടി ഒരു സ്ഥാനം നൽകിയാൽ പാർട്ടിയുമായി കൂടി ആലോചിച്ച് മാത്രമേ രാജിവെക്കാൻ കഴിയൂ എന്നും CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയും പ്രതികരിച്ചു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്ന് ഇന്നത്തെ വാർത്തയിൽ കണ്ടു. മറ്റ് UDF-ലേക്ക് അദ്ദേഹം പോകുമെന്നുള്ള ഒരു വാർത്തയും ഇതുവരെ വന്നിട്ടില്ല. പി.കെ. ശശി ഇന്ന് അത് നിഷേധിച്ചിട്ടുണ്ട്. പി.കെ. ശശിയുടെ വാർത്താ സമ്മേളനം ഇന്ന് ഞാൻ കണ്ടു. ചില ചാനലുകളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം UDF-ന്റെ ഒരു നേതാക്കന്മാരുമായിട്ടും സംസാരിച്ചിട്ടില്ല, UDF-ലോ കോൺഗ്രസിലോ പോകാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് ഇന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എല്ലാ യോഗങ്ങളിലും സഖാവ് പി.കെ. ശശിയെ നേരിട്ട് അറിയിക്കാറ് അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു വിശദീകരണം അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നിരവധി തവണയായിട്ട് ബ്രാഞ്ച് യോഗങ്ങളിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഈ കഴിഞ്ഞ ദിവസം അവിടെ ബ്രാഞ്ച് യോഗം ചേർന്നപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർച്ചയായി ഒരു പാർട്ടി മെമ്പർക്ക് പാർട്ടി ബ്രാഞ്ച് യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കാനാവില്ല. അത് ചോദിക്കും. അദ്ദേഹത്തിന് ബ്രാഞ്ച് നായാടിപ്പാറ ബ്രാഞ്ചാണ് എന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വാട്സപ്പിൽ കഴിഞ്ഞ സ്ക്രൂട്ടിനി സമയത്ത് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി നേരിട്ട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. പാർട്ടി അദ്ദേഹത്തിന്റെ വാട്സപ്പിലേക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ അതിന്റെ തെളിവുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഏറെ നാളായി പാർട്ടിയുമായി ഭിന്നതയിലാണ് പി.കെ. ശശി. അതിനിടയിലാണ് ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രതികരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയുടെ പ്രതികരണവും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എങ്ങനെ കാണാം? പി.കെ. ശശി ഇത്തരത്തിൽ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതോടുകൂടി UDF പാളയത്തിലേക്ക് പി.കെ. ശശി എത്തുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാന ചോദ്യമായിട്ട് ഉയരുന്നത്. ശശി ഏതായാലും ഈ ഒരു സ്ഥാനം രാജിവെച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ആദ്യ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൻ ഈ ഒരു ചുമതല രാജിവെച്ചത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ്. അതേസമയം എന്താണ് ഈ വ്യക്തിപരമായ കാര്യം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ട്. അതേസമയം UDF-ന്റെ ഭാഗത്ത് നിന്ന് താൻ UDF-ലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ശശി പറഞ്ഞത് യാതൊരു ചർച്ചകളും നടന്നിട്ടില്ല, അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ VD സതീശനും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. താനേതായാലും കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് എന്നുള്ളതാണ് ശശി പറയുന്നത്. അതേസമയം തന്നെ ശശി ഈ കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാവുന്ന സാഹചര്യം തന്നെയാണുള്ളത്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലം സീറ്റിൽ ശശിയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ P. സരിനെയായിരുന്നു UDF ഒറ്റപ്പാലത്ത് മത്സരിപ്പിച്ചിരുന്നത്. പക്ഷേ അത് അവർക്ക് അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാനോ മറ്റോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, സരിൻ പിന്നീട് ഇടതുപാളയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. നിലവിൽ ഒറ്റപ്പാലത്തെ സീറ്റിൽ മത്സരിക്കാൻ ഇടതുപക്ഷം പ്രേംകുമാർ എന്നുള്ള അവരുടെ നിലവിലെ സിറ്റിംഗ് MLA മാറ്റി അവിടെ P. സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ശശിയെ ഒറ്റപ്പാലം സീറ്റിലേക്ക് മത്സരിപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളൊരു കണക്കുകൂട്ടൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ശശിയെ അവിടെ UDF സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് തന്നെ UDF-ന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ശശി വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് രാജി എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. ഇന്ന് എന്താണ് നാളെ എന്താവും എന്ന് പറയാൻ പറ്റില്ല എന്ന തരത്തിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ശശി UDF-ലേക്ക് പോകുമോ എന്നുള്ള
എന്നുള്ളൊരു ആകാംക്ഷ അത് നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതേസമയം തന്നെ ഈ ശശി യു ഡി എഫിലേക്ക് ചേക്കേറുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. നേരത്തെ പ്രതികരണമായിട്ട് വന്നിട്ടുള്ള ഈ മണ്ണാർക്കാട്ടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ, അതുപോലെ തന്നെ CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ ശശിക്കെതിരെ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ശശി പാർട്ടിയുമായി നിസ്സഹകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. കാരണം നായാടിപ്പാറ ബ്രാഞ്ചിലെ അംഗമാണ് ശശി. അവിടെ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിലും മറ്റും നിരന്തരം ക്ഷണിക്കുമ്പോഴും ആ യോഗങ്ങളിലൊന്നും പങ്കെടുക്കാതെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകളൊന്നും കൃത്യമായി നിർവഹിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പാർട്ടി ചുമതലയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് വ്യക്തിപരമായ കാര്യം പറഞ്ഞ് രാജിവെക്കുക, അത് പാർട്ടി അറിയാതെ രാജിവെക്കാൻ പറ്റില്ല എന്നുൾപ്പെടെയാണ് ഈ വിഷയത്തിൽ ഏതായാലും CPM നേതാക്കൾ പ്രതികരിക്കുന്നത്. നിലവിൽ ഏതായാലും ശശി UDF പാളയത്തിലേക്ക് പോകുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും അറിയേണ്ടതായിട്ടുള്ളത്. ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളതിൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജി എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അത് കാത്തിരുന്ന് കാണാം അല്ലേ? നിലപാട് എന്താണെന്നുള്ളത് അറിയണം.